ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വൻപയർ കൊണ്ട് നല്ലൊരു കറി തയ്യാറാക്കാൻ പോവാണ്. ഇനി നമുക്ക് ആ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനാണ് വൻപയർ 2 കപ്പ് ചെറിയ ബൗളുണ്ട്, അതിന് 2 കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് അരമണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കാം. അതിന് ശേഷം കുക്കറിലിട്ട് നമുക്ക് 2 സീറ്റി അടിച്ച് ഉപ്പ് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം ഒരു ഭക്ഷണമെല്ലാം ഇട്ട് കൊടുക്കുക. 1 ഇഞ്ച് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച് നമുക്ക് അതിലിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അത് വഴന്നതിന് ശേഷം ഒരു സവോള ഒരു ചെറുതാണെങ്കിൽ 2 എടുത്തേക്കണം. സവോള ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഉള്ളി നല്ലതായിട്ട് വഴന്നതിന് ശേഷം നമുക്കിനി അതിലോട്ട് ടൊമാറ്റോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ടൊമാറ്റോ, വലിയൊരു ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആണെങ്കിൽ ടൊമാറ്റോ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മസാല ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി ഇച്ചിരി ശകലം ഉപ്പ് ഇട്ടാണ് വഴറ്റിയെടുത്തേക്കുന്നത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളകെന്ന് പറഞ്ഞാൽ നിങ്ങൾ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. മസാല വഴന്നതിന് ശേഷം ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാവുന്നതാണ്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഓൾറെഡി പുഴുങ്ങാൻ നേരത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഒരു അടപ്പ് കൊണ്ട് അടച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല അടിപൊളി സൂപ്പർ കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്